ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം അതാ നല്ല ചൂടല്ലേ നാട്ടിൽ. അപ്പം ചൂടത്ത് എല്ലാവർക്കും ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി വെക്കാം. നമ്മളെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരൈറ്റാണല്ലോ ഇളനീർ. നമുക്ക് ഇളനീർ ചൂടിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇളനീർ പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും പൾപ്പും കൂടെ ഒന്ന് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന സെയിം. ഞാനിവിടെ ഷുഗർ ആഡഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇതാ ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഇതിൻ്റെ പൾപ്പ്, എനിക്ക് കുറച്ച് മൂത്ത ഇളനീരാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പൾപ്പ് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അധികം അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച പൾപ്പും ഇളനീർ വെള്ളവും കൂടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് യോജിപ്പിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള മറ്റേ പൾപ്പുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് നമുക്കിങ്ങനെ തിന്നുമ്പം ഐസ്ക്രീം കഴിക്കുമ്പം ഈ ഒരു സംഭവം കടിക്കാൻ കിട്ടണം. ഈ പൾപ്പിങ്ങനെ നമുക്ക് ഇളനീരിൻ്റെ കഷ്ണങ്ങളിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇളനീർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പാത്രത്തിലേക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ കോണിലൊക്കെ ഐസ്ക്രീം കോലിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ ഞാനപ്പോൾ സെറ്റാക്കിയെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഐസ്ക്രീം കോരുന്ന ആ ഒരു സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂണ് വെച്ച് എന്നിട്ട് പോലും നമ്മൾ പെർഫെക്റ്റായിട്ട് പീടികയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരു തവണ എല്ലാവരും ട്രൈ ചെയ്താൽ അടുത്ത തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.